നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മലയാളവും കുറച്ചും കൂടി നന്നായിട്ട് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 10th ലെവല്, 12th ലെവല്, ഡിഗ്രി ലെവലിലെല്ലാം ഇതേപോലത്തെ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവാത്തതായിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സിനോണിംസും കുറച്ച് ആന്റണിംസും കുറച്ച് കറക്റ്റ് സ്പെല്ലിങ്ങും അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് കുറച്ച് പര്യായ പദവും കുറച്ച് വിപരീത പദവും അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ചായിട്ട് പഠിക്കാം. ഓക്കെ, ഇതൊരു സീരീസ് പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സും കണ്ടിന്യൂ ചെയ്ത് പോകാം. ബാക്കിയുള്ള ക്ലാസ്സിന്റെ കൂടെ തന്നെ ഇതും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലെ രണ്ട് സിനോണിംസ് ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെന്ന് പറയുന്നത് പാറ്റേൺ. അപ്പൊ എന്താണ് പാറ്റേൺ? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ, PATRON അല്ലെ. അപ്പൊ എന്താണ് പാറ്റേൺ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമായിട്ട് വരുന്നത് ചാമ്പ്യൻ എന്നാണ്. ചാമ്പ്യൻ, CHAMPION, ചാമ്പ്യൻ. പാറ്റേൺ എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ മലയാള അർത്ഥം എന്ന് പറയുന്നത് രക്ഷാധികാരി എന്നാണ്. നിങ്ങൾ ബിജു മേനോന്റെ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് പറയുന്ന രക്ഷാധികാരി എന്ന് പറയുന്ന വാക്കിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് ആണ് എന്ത്, പാറ്റേൺ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് പെസ്റ്റർ ആണ് കേട്ടോ. പെസ്റ്റർ. ഓക്കെ, പെസ്റ്റർ എന്ന് പറയുന്ന വാക്കിന്റെ മലയാള അർത്ഥം ശല്യപ്പെടുത്തുക എന്നാണ്. ശല്യപ്പെടുത്തുക, ഡിസ്റ്റർബ്. ഓക്കെ, അപ്പോൾ പെസ്റ്റർ എന്ന് പറയുന്ന വാക്കിന്റെ മലയാളം എന്താണ്, ശല്യപ്പെടുത്തുക എന്നാണ്. അതിന്റെ സിനോണിം ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റർബ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സിനോണിം പഠിച്ചു. ഏതൊക്കെയാണ്? പാറ്റേണും പെസ്റ്ററും. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ എന്നാണ്, അല്ലെങ്കിൽ രക്ഷാധികാരി ചാമ്പ്യൻ ആണ്. അതുപോലെ തന്നെ പെസ്റ്റർ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുക എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമായിട്ട് വരുന്നത് ഡിസ്റ്റർബ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് രണ്ട് ആന്റണിംസ് പഠിക്കാം. ആന്റണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ് എന്നാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം നോക്കിയേ, എസ് വെച്ചല്ലേ. സിനോണിമും ആന്റണിമും അല്ലെ. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മീനിങ് ആണ്. എസ് വെച്ച് തുടങ്ങുമ്പോൾ സെയിം അല്ലെ. അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. ആന്റണിം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. സർവൈവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സർവൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതിജീവിക്കുക എന്നാണ് കേട്ടോ. അതിജീവിക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ് സക്കംബ്. ഓക്കെ, സക്കം. ഓക്കെ, സക്കം. ഓക്കെ, SUCCUMB, സക്കംബ്. ഓക്കെ, അപ്പൊ സർവൈവ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. സക്കംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴടങ്ങുക എന്നാണ് കേട്ടോ. സർവൈവ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക. സക്കംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴടങ്ങുക എന്നാണ്. ഓക്കെ, അടുത്ത് ഡെർത്ത്. നമുക്ക് ഡെത്ത് അറിയാം, മരണം ഡെത്ത് ആണെന്ന് അറിയാം. എന്നാൽ ഡെർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? DEARTH, ഡെർത്ത്. ഡെർത്ത് എന്ന് പറയുന്ന വാക്കിന്റെ മലയാളാർത്ഥം എന്ന് പറയുന്നത് ക്ഷാമം എന്നാണ്. ക്ഷാമം നമുക്കറിയാം. ഇപ്പോ സാമ്പത്തിക ക്ഷാമമുണ്ട്, ഭക്ഷ്യക്ഷാമമുണ്ട്, ജലക്ഷാമമുണ്ട് അല്ലെ. ഈ ക്ഷാമം എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ആണ് ഡെർത്ത്. അപ്പൊ ക്ഷാമത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അബണ്ടൻസ്. എന്താണ് അബണ്ടൻസിന്റെ അർത്ഥം? എന്താണ്? സമൃദ്ധി എന്നാണ് കേട്ടോ. സമൃദ്ധി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സിനോണിമും രണ്ട് ആന്റണിമും പഠിച്ചു. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ ആണ്. പെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ആണ്. എന്നാൽ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് വരുമ്പോഴത്തേക്കും സർവൈവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിജീവിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സക്കംബ്. സക്കംബിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, SUCCUMB. സക്കംബ്. സർവൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിജീവിക്കുക. സക്കംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴടങ്ങുക. ഡെർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷാമം. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധി. അത് ആന്റണിമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. മസ്കുലിൻ, ഫെമിനിൻ. നമുക്കറിയാം സ്ത്രീലിംഗം, പുല്ലിംഗം അല്ലെ. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് സെക്ഷൻസ് ഉണ്ട്. നമുക്ക് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിച്ചു പോകാം. കുറച്ച് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരുപാട് പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷനും ഇതൊക്കെ എങ്ങനെ പഠിച്ച് ഓർത്തിരിക്കും അല്ലെ. അപ്പൊ ഒരു ക്ലാസ് കാണുമ്പോൾ അതിനകത്ത് പറയുന്ന ഈ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തന്നെ പോകുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് പാട്രിയോട്ട്. ഓക്കെ, പാട്രിയോട്ട്. പാട്രിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശസ്നേഹി എന്നാണ് അല്ലെ. അപ്പോൾ പാട്രിയോട്ടിന്റെ ഫെമിനിൻ അല്ലെങ്കിൽ ഫീമെയിൽ സ്ത്രീലിംഗം എന്താണ്? പാട്രണസ്. ഓക്കെ, പാട്രണസ്. പാട്രിയേറ്റിന്റെ ഫെമിനിൻ അല്ലെങ്കിൽ ഫീമെയിൽ നെയിം എന്താണ്? പാട്രണസ് എന്നാണ്. PATRONESS. ഓക്കെ, PATRONESS. ഓക്കെ, ജെയിന്റ്. ജെയിന്റിന്റെ ഫെമിനിൻ എന്താണ്? ജെയിൻഡസ് എന്നാണ്. ജെയിൻഡസ്. ടൈലർ, തയ്യൽക്കാരൻ. ടൈലറസ്. TAILORESS. ഓക്കെ, ESS. ഓക്കെ, നമുക്ക് ഇതില് ഈ ഫെമിനിലോട്ട് മാറ്റാനായിട്ട് ഒന്നിൽ SS ചേർക്കാം അല്ലെങ്കിൽ ESS ചേർക്കാം. മിക്കവാറും എല്ലാത്തിലും ESS തന്നെയാണ് വരുന്നത്. കണ്ടല്ലോ, പാട്രിയോട്ട്, പാട്രണസ്. അത് ശ്രദ്ധിക്കണം. പാട്രിയോട്ട്, പാട്രണസ്. ജെയിന്റ്, ജെയിൻഡസ്. ടൈലർ, ടൈലറസ്. ഗോഡ്, ഗോഡസ്. GODDESS ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, GODESS അല്ല, GODDESS ആണ്. എന്ത്? ഫെമിനിൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ
സ്ത്രീലിംഗമാണ് എന്ത്? ദേവി അല്ലേ? ഗോഡസ്, GODDESS ആണ്. ഓക്കെ, പാട്രിയറ്റ് പാട്രണസ്, ജെയിന്റ് ജെയിൻഡസ്, ടൈലർ ടൈലറസ്, ഗോഡ് ഗോഡസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. കൺഫ്യൂസിംഗ് വേർഡ്സ്. ഓക്കെ, കൺഫ്യൂസിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ ഒറ്റ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫെയർ. ഇത് രണ്ടും വായിക്കുന്നത് ഫെയർ എന്ന് തന്നെയാണ്. ഒരു ഫെയറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, FAIR. രണ്ടാമത്തെ ഫെയർ ശ്രദ്ധിക്കുക, FARE അല്ലെ? FAIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ. ഫെയർ അല്ല, ഒരു കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിന്റെ FAIR അല്ലേ വരുന്നത്? FAIR, ഫെയർ. ഫെയർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. എന്നാൽ നമ്മൾ പറയില്ലേ ബസ് ഫെയർ എന്നൊക്കെ പറയത്തില്ലേ? ബസ് ഫെയറിന്റെ സ്പെല്ലിംഗ് എന്താണ്? BUSFARE ആണ്. ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. FAIR ഫെയർ ആണെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളും, FARE ഫെയർ ആണെങ്കിൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, യാത്രാ ചിലവ്. ഓക്കെ, ആദ്യത്തെ ഫെയർ എന്താണ്? ഫെയർ ആൻഡ് ലവ്ലി. നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലി ഓർത്താൽ മതി. FAIR അല്ലേ ഫെയർ എന്ന് വരുന്നത് അതിനകത്ത്. അപ്പോൾ ഫെയർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. FARE ഫെയർ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ്. അടുത്ത് നമുക്ക് കുറച്ച് കറക്റ്റ് സ്പെല്ലിങ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് ശ്രദ്ധിക്കുക, ഇനോക്കുലേറ്റ്. എന്താണ്? ഇനോക്കുലേറ്റ്. ഇനോക്കുലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഇനോക്കുലേറ്റിന്റെ വാക്ക് എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് ഒട്ടിച്ച് ചേർക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് ചേർക്കുക എന്നൊക്കെയാണ് കേട്ടോ. ഇനോക്കുലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒട്ടിച്ച് ചേർക്കുക അല്ലെങ്കിൽ ജോയിന്റ് ചെയ്യുക, ഒന്നിച്ച് ചേർക്കുക എന്നൊക്കെയാണ് ഇനോക്കുലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ സ്പെല്ലിംഗ് എന്ന് ശ്രദ്ധിക്കുക, INOCULATE. എന്താണ്? INOCULATE ആണ് ഇനോക്കുലേറ്റ്. INOCULATE ആണ് ഇനോക്കുലേറ്റ്. ഒട്ടിച്ച് ചേർക്കുക, ഒന്നിച്ച് ചേർക്കുക എന്നൊക്കെയാണ് ഇനോക്കുലേറ്റിന്റെ അർത്ഥം. അടുത്ത വാക്ക് എന്താണ്? ഹിൻഡറൻസ്. ഹിൻഡറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം എന്നാണ് അല്ലെ? തടസ്സം, ഹിൻഡറൻസ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, HINDRANCE. ഓക്കെ, ഹിൻഡ്, HINDRANCE. ഇങ്ങനെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനോക്കുലേറ്റ് എങ്ങനെയാണ്? INOCULATE ഇനോക്കുലേറ്റ്. ഹിൻഡറൻസ് എങ്ങനെയാണ്? HINDRANCE ഹിൻഡറൻസ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ശ്രദ്ധിക്കുക, effervescent. effervescent, effervescent എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം അല്ലെങ്കിൽ ഉത്സാഹിയായ, ചുറുചുറുക്കുള്ള, ആക്റ്റീവായ. അതാണ് ഈ effervescent എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? ഉത്സാഹിയായ, ചുറുചുറുക്കുള്ള. നമ്മൾ പറയത്തില്ലേ ഹീസ് എൻ effervescent man. അയാൾ എന്താണ്? ഒരു ചുറുചുറുക്കുള്ള അല്ലെങ്കിൽ ഒരു ഉത്സാഹിയായ മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? effervescent എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്സാഹിയായ, ചുറുചുറുക്കുള്ള എന്നൊക്കെയാണ്. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, EFFER, വെസന്റ്, VESCENT. ഓക്കെ, effervescent, ചുറുചുറുക്കുള്ള. അടുത്ത അറ്ററൻസ്. അറ്ററൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചരിക്കുക. നമ്മൾ പറയത്തില്ല മന്ത്രോച്ചാരണം എന്നൊക്കെ പറയത്തില്ലേ? ഉച്ചരിക്കുക, ഉരുവിടുക, അല്ലെങ്കിൽ ഉരിയാടുക എന്നൊക്കെയാണ് ഈ അറ്ററൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? അറ്റർ, UTTERANCE, അറ്ററൻസ്. അപ്പോൾ ഇനോക്കുലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഒട്ടിച്ച് ചേർക്കുക, ഒന്നിച്ച് ചേർക്കുക, INOCULATE. ഹിൻഡറൻസ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്, HINDRANCE. effervescent എന്ന് പറഞ്ഞാൽ എന്താണ്? effervescent എന്ന് പറഞ്ഞാൽ ഉത്സാഹിയായ, ചുറുചുറുക്കുള്ള, EFFER, VESCENT. അറ്ററൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്ററൻസ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണം അല്ലെ? ഉച്ചാരണം എന്നാണ്, UTTERANCE, അറ്ററൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത മലയാളത്തിലേക്ക് കിടക്കാം. മലയാളത്തിലെ കുറച്ച് ഇതേപോലെ പദശുദ്ധിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ പറയില്ലേ ഏകാദശി വ്രതം എന്നൊക്കെ പറയില്ലേ? ഏകാദശി വ്രതം. ഏകാദശി എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? കണ്ടല്ലോ, ഏകാദശി എന്ന് ഈ രീതിയിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഐക്യമത്യം, മഹാബലം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? പക്ഷെ ഐക്യമത്യമല്ല, ഏകമത്യം എന്നാണ് വരേണ്ടത് കേട്ടോ. ഏകമത്യം, ഐക്യമത്യമല്ല, എന്താണ്? ഐകമത്യം എന്നാണ്. ഐക്യമത്യം എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഐക്യമത്യം എന്നാണ് നമ്മൾ പക്ഷെ പറയുന്നത്. നമുക്ക് ഇവിടെ പറയേണ്ടത് എന്താണ്? ഐകമത്യം എന്നാണ്. ഐക്യ അല്ല, ഐകമത്യം. ഓക്കെ, അടുത്ത് ഐതിഹ്യമാണ്. നമ്മൾ പറയും ഐതിഹ്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അടയാളം ഇടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഐതിഹ്യമാണ് കേട്ടോ. ഐതിഹ്യം, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഐതിഹ്യമല്ല, ഐതിഹ്യം. ഒരു ഈ അടയാളമേ ഉള്ളൂ കേട്ടോ, ഈ അടയാളം ഇല്ല. ഓക്കെ, അപ്പോ എന്താണ്? ഏകാദശി, ഐകമത്യം, ഐതിഹ്യം. ഓക്കെ, ഐതിഹ്യം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത പരിഭാഷ നമുക്ക് ചോദിക്കുന്നതാണ്. എന്റെ പരിഭാഷ എഴുതാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അപ്പൊ പുളിക്കും മുന്തിരി നമ്മൾ പറയത്തില്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയത്തില്ലേ? സോർ ഗ്രേപ്സ് എന്നാണ് കേട്ടോ. സോർ ഗ്രേപ്സ് എന്നാണ് പുളിക്കും മുന്തിരിയെ പറയുന്നത്. സോർ ഗ്രേപ്സ് എന്നാണ്. പ്രയാസത്തെ സധൈര്യം നേരിടുക എന്ന് പറയുന്നതിനെ
ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്നാണ്. ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്. ഒരു കാളയൊക്കെ നേരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പ്രയാസത്തെ സധൈര്യം നേരിടുക എന്ന് പറഞ്ഞാൽ ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, കാളയുടെ മുമ്പിൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരുന്നാൽ. നമ്മുടെ ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ കാളയുടെ കൊമ്പിൽ പിടിക്കുന്ന സീനൊക്കെ ഓർമ്മയില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാളയൊക്കെ പിടിച്ച് നിർത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസമല്ലേ? അപ്പൊ പ്രയാസത്തെ നമ്മൾ എന്ത് ചെയ്യുക? സധൈര്യം നേരിടുക. ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്. ഓക്കെ, അടുത്ത വീണ്ടും വീണ്ടും നമ്മൾ പറയില്ലേ വീണ്ടും വീണ്ടും എന്ന്, അതിന് ആഫ്റ്റർ ദ ടൈം എന്നാണ് പറയുന്നത്. സോറി, ടൈം ആഫ്റ്റർ ടൈം എന്നാണ് പറയുന്നത്. എന്താണ് വീണ്ടും വീണ്ടും എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് പറയുന്നത്? ടൈം ആഫ്റ്റർ ടൈം, വീണ്ടും വീണ്ടും, ടൈം ആഫ്റ്റർ ടൈം. ഓക്കെ അല്ലേ? പര്യായ പദവും സമാന പദവും നമുക്കറിയാം, ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തേങ്ങ എന്ന് പറയുന്നതിന്റെ പര്യായ പദമാണ് നാളികേരം. നാളികേരം നമുക്കറിയാം, എന്നാൽ അതിന് തന്നെ നാളികേളി എന്നും അറിയപ്പെടുന്നതാണ്. നാളികേളി എന്നും തേങ്ങയെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രസഫലം എന്നും തേങ്ങയെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ തേങ്ങ അല്ലെങ്കിൽ ഈ സമാന പദം അല്ലാത്ത എന്ന് ചോദിച്ചിട്ട് തേങ്ങ എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. അപ്പോൾ നാളികേരം കൊടുത്തിട്ടുണ്ട്, നാളികേളി കൊടുത്തിട്ടുണ്ട്, രസഫലവും കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും എന്ത് തന്നെയാണ്? തേങ്ങയുടെ സമാന പദം അല്ലെങ്കിൽ പര്യായ പദം തന്നെയാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്ത് കാറ്റ്. നമുക്കറിയാം, കാറ്റിന്റെ ആണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാന്നുള്ളതാണ്. മാരുതൻ എന്നും പവനൻ എന്നും അനിലൻ എന്നും വാദം എന്നൊക്കെ പറയുന്നത് എന്തിനാ തന്നെയാണ്? കാറ്റിനെ തന്നെയാണ് അല്ലെ? മാരുതൻ, പവനൻ, അനിലൻ, വാദം എന്നൊക്കെ പറയുന്നത് എന്തിനെ തന്നെയാണ്? കാറ്റിനെ തന്നെയാണ്. അതുപോലെ തന്നെ ചങ്ങാതി, സുഹൃത്തിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ചങ്ങാതി, സുഹൃത്തുണ്ട്, മിത്രമുണ്ട്, വയസ്യനുണ്ട്. ചങ്ങാതി ഒരു വയസ്സനാണെന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ചങ്ങാതി ഒരു വയസ്സനാണ്. അപ്പോൾ വയസ്യൻ, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം. മിത്രവും സുഹൃത്തും നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. അപ്പോൾ തേങ്ങയുടെ പര്യായപദം എന്താണ്? നാളികേരം, നാളികേളി, രസഫലം. കാറ്റിന്റെ ആണെങ്കിൽ അത് മരുതൻ, പവനൻ, അനിലൻ, വാദം. അതുപോലെ ചങ്ങാതി ആണെങ്കിൽ വയസ്സനല്ല, വയസ്യൻ, മിത്രം, സുഹൃത്ത്. ഓക്കെ അല്ലേ? അടുത്ത വിപരീത പദം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പദം നമുക്ക് നോക്കാം. കലുഷം. കലുഷത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അകലുഷം. കലുഷം, അകലുഷം. കാമ്യമാണെങ്കിലോ നിഷ്കാമ്യം. കലുഷം, അകലുഷം, കാമ്യം, നിഷ്കാമ്യം. കിഴക്കിനാണെങ്കിൽ മേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് മേക്ക് എന്നും പടിഞ്ഞാറെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേക്ക് എന്ന് മാത്രം കൊടുത്തിരുന്നാൽ തെറ്റൊന്നല്ല. ഓക്കെ, അപ്പോൾ കിഴക്ക്, മേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്. കിഴക്ക്, മേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കലുഷം, അകലുഷം, കാമ്യം, നിഷ്കാമ്യം, കിഴക്ക്, മേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്. ക്ലിയർ അല്ലേ? ഒറ്റപ്പദം. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒറ്റപ്പദം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട്. സാരം ഗ്രഹിച്ചവനെ നമ്മൾ എന്താണ് പറയുന്നത്? സാരഗ്രാഹി എന്നാണ് പറയുന്നത്. സാരം ഗ്രഹിച്ചവൻ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞവൻ, അതിനെന്താണ് പറയുന്നത്? സാരഗ്രാഹി, സാരഗ്രാഹി. ഞാനെന്നുള്ള ഭാവമുള്ളവൻ, അവനെ നമ്മൾ എന്താണ് പറയുന്നത്? അഹംഭാവമുള്ളവൻ എന്നാണ് അല്ലെ? അപ്പോൾ ഞാനെന്നുള്ള ഭാവത്തിന് നമ്മൾ അഹംഭാവം എന്നാണ് പറയുന്നത്. ഞാനെന്ന ഭാവം അഹംഭാവം. സർവവും ന്യസിച്ചവൻ അല്ലെങ്കിൽ സർവവും ത്യജിച്ചവൻ എന്താണ് പറയുന്നത്? സന്യാസി. സർവവും ന്യസിച്ചവൻ ആരാണ്? സന്യാസിയാണ്. സാരം ഗ്രഹിച്ചവൻ ആരാണ്? സാരഗ്രാഹിയാണ്. ഞാനെന്നുള്ള ഭാവമുള്ളവൻ ആരാണ്? പുള്ളിക്കാരൻ ഒരു അഹംഭാവമുള്ളവനാണ്, അഹങ്കാരിയാണ് അല്ലെ? അതുപോലെ തന്നെ സർവവും നശിച്ചവൻ ആരാണ്? അദ്ദേഹം ഒരു സന്യാസിയാണ്. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി, ഞാനെന്നുള്ള ഭാവം അഹംഭാവം, സർവവും നശിച്ചവൻ സന്യാസി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് സെയിം വേർഡ്സ് അല്ലെങ്കിൽ സിനോണിംസ്, ആന്റണിംസ്, കറക്റ്റ് സ്പെല്ലിങ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മലയാളത്തിൽ വന്നപ്പോൾ കുറച്ച് പര്യായ പദവും കുറച്ച് ശരിയായ പദവും അതുപോലെ തന്നെ വിപരീത പദവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? PSC ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വൊക്കാബുലറി, നമ്മുടെ ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറിയും കൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് പഠിച്ചാൽ മാത്രം മതി, ഒരുപാട് പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.